നമുക്ക് ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നു കഴിഞ്ഞാൽ മിക്ക പേഷ്യൻസിന് പറയണൊരു വേറൊരു കംപ്ലയിൻറ്റ്. ചിലർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏനോറെക്ടൽ എന്ന് പറഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ നല്ല വേദന ഉണ്ടാവും എന്നാണ് പറയുക. പക്ഷേ മിക്ക പേഷ്യൻസും പറയുന്നതാണ് ഈ വയറ്റിൽ നിന്ന് പോകുന്ന വേദന മാത്രമല്ല, നമുക്ക് മൂത്രം കുറച്ചായിട്ടാണ് പോവുക. ചില സമയത്ത് കുറച്ച് മൂത്രം പോകും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകും. ചിലർക്ക് വയറ്റിൽ നിന്ന് കുറച്ച് പോകും, പിന്നെ ചിലർക്ക് പിന്നെ ആ ഒരു മൂത്രം വഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പല പേഷ്യൻസും പറയും. ഇതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂഡൻറ്റൽ നെർവ് എന്ന് പറഞ്ഞ നെർവ്, ഈ നെർവാണ് നമ്മളെ മൂത്രനാളവും അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏനൽ റീജിയനും കൺട്രോൾ ചെയ്യുന്ന സെയിം നെർവാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഫിഷർ ഈ രോഗം വന്നതിൻ്റെ പേരിൽ അവിടുത്തെ സ്പിങ്ക്ടേഴ്സ് നല്ല ടൈറ്റായിരിക്കും, ഇൻറ്റർണൽ സ്പിങ്ക്ടർ ടൈറ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ നെർവ് എന്ന് പറഞ്ഞാൽ യൂറത്രൽ ആ ഭാഗത്തുള്ള ആ സ്പിങ്ക്ടറേയും അത് ടൈറ്റ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് കൺഫ്യൂസ്ഡ്. കാരണം അവനെ സംബന്ധിച്ചൊരു മുറിവ് നനഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ടൈറ്റ് ചെയ്യുക, ആ ഭാഗത്തേക്കുള്ള ആ സ്പിങ്ക്ടർ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതെന്ത് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ യൂറത്രയുടെ അവിടെയുള്ള സ്പിങ്ക്ടറും അത് ടൈറ്റ് ചെയ്യും. അപ്പോൾ എന്തായി, മൂത്രം പോകാനും ബുദ്ധിമുട്ടായിരിക്കും, ശോധനയ്ക്ക് വയറ്റിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇത് നല്ലൊരു പെയിൻഫുൾ കണ്ടീഷൻ തന്നെയാണ്. സോ ഇതേപോലെ രോഗങ്ങളുണ്ടെങ്കിൽ എന്തായാലും ശ്രീ രാധാഗോവിന്ദ ആരോഗ്യ ചികിത്സയിൽ വരിക. നമ്മൾ നല്ല ചികിത്സ കൊടുക്കുന്നതായിരിക്കും, ഇത് നല്ലൊരു ശമനം കൊടുക്കുന്നതായിരിക്കും. നമസ്കാരം.